ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതപ്പോൾ വറ്റ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഫിഷ് മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാതെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് കറി ഇത് വെക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വെളിച്ചെണ്ണയിലാണ് വെച്ചത്. ആദ്യം കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റി അതിനുശേഷം അതിലേക്ക് പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾ വടക്കൻ പുളി എന്നാണ് പറയുന്നത്, ആ പുളിയാണ് ചേർക്കുന്നത് ഈ കറിയിലേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക്, തക്കാളി ചേർത്തിട്ടില്ലേ കറിയിലേക്ക്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടുന്ന ഒരു ഗ്രേവി പരുവാകുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂകിയെടുത്താൽ നല്ല അടിപൊളി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് കുറച്ച് പുളിശ്ശേരി കൂടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. നമ്മളിതുപോലെ തന്നെ ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് നമ്മുടെ മോര്, അതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മോര് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇടുക. അത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് സഹായിക്കാൻ വേണ്ടി 2 പേരെത്തിയിട്ടുണ്ട്. എൻ്റെ മക്കൾ 2 പേരും കൂടെ തേങ്ങ തിരിങ്ങി തരാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. പക്ഷെ ഒന്നും നടക്കത്തില്ല. ഇനി അടുത്തായിട്ട് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചേട്ടൻ നെന്മീനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നെന്മീൻ മതി എന്ന് പറഞ്ഞു. ചേട്ടന് പിന്നെ മത്തി വാങ്ങിയത്, മത്തി വേണമെന്ന് പറഞ്ഞു വറുക്കാൻ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നെന്മീൻ ആദ്യം വറുത്ത് മാറ്റിയിട്ട് പിന്നെ മത്തി കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻകറിയൊക്കെ ഉള്ളപ്പോൾ കുറച്ച് കപ്പയും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്. അപ്പോൾ കപ്പയെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് മഞ്ഞയ്ക്കെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കപ്പ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് ഒരു വിസിൽ മതി വേവിച്ചെടുക്കും. അത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ്, അതിലേക്ക് തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഒരുപാട് അങ്ങ് അരയണ്ട. എന്നിട്ട് ആ അരപ്പും കൂടെ നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് ആ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാനുള്ള സമയമായി. ചോറെടുത്തു, മീൻ കറി എടുത്തു. മീൻ കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പുളിശ്ശേരി, നമ്മുടെ കപ്പ, നെന്മീൻ വറുത്തത്, മത്തി വറുത്തത്. മത്തി വറുത്തത് ഒരു സ്റ്റൈലിന് വെച്ചാണ്. ഇത് ഞാൻ കഴിക്കാനല്ല, ചേട്ടന് കഴിക്കാനാണ് മത്തി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.